നമ്മുടെ ഫാമിലി മീനല്ലാണ്ട് പറന്ന് കടിക്കണ ഒരു സാധനം ഉണ്ട് കേട്ടോ. അപ്പൊ അതിനെ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഈ കാണുന്നതെല്ലാം അവരുടെ ഒളിത്താവളങ്ങളാണ് കേട്ടാ. അതിൽ ഒരു ഒളിത്താവളം മാത്രമാണ് നമ്മളിന്ന് പൊട്ടിച്ചു വെക്കാൻ പോണത് കേട്ടാ. അതായത് ഈ കുടുക്കലുള്ളതൊക്കെ ഒരുപാട് കുഞ്ഞൻ ചെറു തേനീച്ചകളാണ് കേട്ടാ. തുറന്നപ്പോഴേക്കും എന്നെ ഫുൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എൻ്റെ കൈകളും കണ്ണിലൊക്കെ വന്ന് കടിച്ചു തുടങ്ങിയിട്ടാ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവന്മാർക്ക്. ഈ കാണുന്നത് മൊത്തം അവരുടെ മുട്ടയാണ് കേട്ടോ. ഈ ഒരു വൈറ്റ് കളറിൽ കാണുന്നത് ഏകദേശം വിരിയാറായ മുട്ടയും അതുപോലെ തന്നെ ആ ഡാർക്ക് കളറിൽ കാണുന്നത് ഇപ്പം പുതുതായി ഉണ്ടാക്കിയിട്ടുള്ള മുട്ടകളാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് അവർ തേൻ ശേഖരിച്ച് വെക്കുന്ന അറകൾ. തേനും ഉണ്ടാവും, അതിൻ്റെ ഒപ്പം പൂമ്പൊടിയും ഉണ്ടായിരിക്കും. ഈ ഒരു കൂട്ടിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള തേനീച്ചകളുണ്ട് കേട്ടോ. എന്നെ ഇതുപോലെ വന്ന് കടിച്ച് അറ്റാക്ക് ചെയ്യണത് മൊത്തം ആൺ തേനീച്ചകളാണ് കേട്ടോ. അതുപോലെ തന്നെ കൂട്ടിൽ തേനും പൂമ്പൊടിയൊക്കെ കൊണ്ടുവയ്ക്കുന്നത് പെൺ തേനീച്ചകളാണ്. ഇവരെ കൂടാതെ റാണി തേനീച്ചയുണ്ട് കേട്ടോ. റാണി തേനീച്ചയാണ് ഈ കാണുന്ന മുട്ടകളെല്ലാം ഇടുന്നത്. പക്ഷെ ഇന്ന് കൂട് തുറന്നപ്പോൾ കാണാൻ പറ്റിയില്ല കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടായിരുന്നു. എന്തായാലും ഞാൻ കുറച്ച് തേൻ എടുത്തൊന്ന് കുടിച്ചു നോക്കി. നല്ല മധുരവും പിന്നെ ചെറിയൊരു പുളിപ്പൊക്കെ കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇത് സ്ഥിരം കഴിച്ചാൽ ക്യാൻസർ വരെ വരില്ല എന്നാ പറയുന്നത് കേട്ടോ. എന്ന് വെച്ചിട്ട് ആരും എന്നോട് തേൻ ചോദിക്കേണ്ട, ഇതെനിക്ക് കുടിക്കാനേ ഉള്ളൂ. അങ്ങനെ തേൻ കുടിച്ചിരിക്കുന്നത് അടിപൊളി ഒരു മഴയും കാറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അവരുടെ കുടുക്കടച്ച് നേരെ അവരുടെ പഴയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വെക്കാനായിട്ട്. അപ്പോഴേക്കും എന്ത് അവിടെ ഒരുപാട് തേനീച്ചകളൊക്കെ വന്നിട്ടുണ്ട്. ഇവരെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതിയിട്ടാ, ഞാൻ വീഡിയോ ചെയ്യാം. അപ്പം ഇനി പുതിയൊരു വീഡിയോയിലാണ്. എല്ലാവർക്കും ബൈ.